BYD Build Your Dreams. അതെ, കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് ചാക്കോളാസിൽ വെച്ചിട്ട് BYD സീലിൻ്റെ ലോഞ്ച് ഫംഗ്ഷൻ ആയിരുന്നു. ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞല്ലോ അടിപൊളി ഒരു ഫംഗ്ഷൻ ആയിരുന്നു. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരുപാട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് നമുക്ക് ഒരുപാട് സ്പോട്ട് ബുക്കിംഗ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വെച്ച് നടക്കുന്നതിൽ വെച്ച് വളരെ മനോഹരമായ ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് ലേ മെറിഡിയനിലാണ്. ഇവിടെ ഇന്ന് BYD സീലിൻ്റെ ഡെലിവറിയാണ് നടക്കാൻ പോകുന്നത്. ആ ഡെലിവറി ഫംഗ്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. ലെറ്റ്സ് ഗോ. Congratulations, sir. Welcome to EVM South Coast BYD. Thank you. So, കേരളത്തിലെ ആദ്യത്തെ സീൽ ഡെലിവറി എങ്ങനെയുണ്ട് സർ ഈ ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടില്ല, പക്ഷേ ബിഫോർ ദാറ്റ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ വണ്ടീനെ പറ്റി വളരെ കാര്യമായിട്ട് എല്ലാ റിവ്യൂസും ഈവൻ ഇന്റർനാഷണൽ ആയിട്ടുള്ളതും കേരളത്തിലുള്ള ആളുകൾ, ഇന്ത്യയിൽ പുറത്ത് സംസ്ഥാനത്തുള്ളവരുടെയും ഒക്കെ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ റിവ്യൂസും ഉപയോഗിച്ചവരുടെ റിവ്യൂസൊക്കെ വായിച്ചതിന് ശേഷമാണ് നമ്മൾ വണ്ടി വാങ്ങിക്കാന്നുള്ള ഡിസിഷൻ എടുത്തത്. ഗ്രേറ്റ് സർ, താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ EVM ടീമിന്റെ സപ്പോർട്ട്? വെരി നൈസ്. എന്താ പറയുക, അവരുടെ പെരുമാറ്റമാണെങ്കിലും റെസ്പോൺസ് ആണെങ്കിലും എല്ലാം വളരെ നല്ലൊരു ഇതാണ്. ആയിട്ട് ഇനിയും ബിസിനസ് ചെയ്യാനാണ് നമുക്ക് താല്പര്യം. താങ്ക് യു സോ മച്ച് സർ. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ആൻഡ് സേഫ് മോട്ടോറിംഗ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. സോ അങ്ങനെ കേരളത്തിലെ ഫസ്റ്റ് BYD സീലിന്റെ കസ്റ്റമർ. എങ്ങനെയുണ്ട് ഈ ഒരു എക്സൈറ്റഡ് ആയിട്ട് നിന്നാണ്. അതെ, ഇതും ഇത്രയും ഗ്രാൻഡ് ആയിട്ടൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഭയങ്കര ഹാപ്പി. അതെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BYDയുടെ ഒരു പ്രൗഡ് കസ്റ്റമർ തന്നെയാണ്. കാരണം മൂന്നാമത്തെ വെഹിക്കിൾ അല്ലേ E6, അത് കഴിഞ്ഞ് നമ്മുടെ അട്ടോ 3, ഇപ്പൊ സീലിലെത്തി നിൽക്കുന്നു. സോ ഈ ഒരു ജേർണി ഇനിയും കണ്ടിന്യൂ ചെയ്തു പോകും ഉറപ്പായിട്ടും. അടുത്ത യൂണാണ് മനസ്സിൽ. അതെ അല്ലേ, ഗ്രേറ്റ്. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഹാപ്പി മോട്ടറിംഗ്. കൺഗ്രാറ്റുലേഷൻ സർ. താങ്ക് യു. BYD സീലിന്റെ ഡെലിവറി ഫസ്റ്റ് കസ്റ്റമർ. എന്ത് തോന്നി ഒരു പ്രൗഡ് മൊമെന്റ്? സംഭവം ഒരു ഇത് വണ്ടി എന്ന് നമ്മള് ഈ ഒരു ഡെമോ കാണിച്ചല്ലോ. ഡെമോ കാണിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഓടിച്ചു നോക്കേണ്ട കാര്യമില്ല, ഒരെണ്ണം പൊതിഞ്ഞോളാൻ പറഞ്ഞു. അടിപൊളി, സൂപ്പർ. നമുക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ലോഞ്ചിങ്ങിന്. ബുക്ക് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല. ലോഞ്ചിങ്ങിന് നമ്മൾ ഡയറക്റ്റ് പോയി. അന്ന് കണ്ടപ്പോൾ തന്നെ ഈ ലവ് അറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ഓൺ ദ സ്പോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബുക്ക് ചെയ്തു. വെയിറ്റിംഗ് പീരീഡ് 1 month പറഞ്ഞിരുന്നു. പക്ഷെ 1 month ഒന്ന് കടന്നു കിട്ടാൻ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൊമെന്റ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് വണ്ടി തന്ന നമ്മുടെ ഇവിടുത്തെ പുള്ളിയുടെ പേര് ഷിജു. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ വിളിക്കും, എന്ന് വരും എന്ന് ചോദിച്ച്. ആൻഡ് ഫൈനലി ഹാപ്പി മൊമെന്റ്. ഗ്രേറ്റ്, സൂപ്പർ. സാർ വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണോ അതോ ഇന്റീരിയർ ആണോ, ഏതാണ് കൂടുതലായിട്ട് ആകർഷിച്ചത്? നമുക്ക് എക്സ്റ്റീരിയർ ഇന്റീരിയറും ഏറെക്കുറെ ഒന്നിനൊന്ന് മെച്ചം. ഈ നമ്മുടെ BYDയുടെ സ്റ്റാഫുകളുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു സർ? എക്സലന്റ്. ഓക്കെ, അപ്പൊ ഇനിയും ഇതേപോലെ ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകും. എന്താവശ്യത്തിനും വിളിക്കാം. ഓക്കെ, സോ വൺസ് അഗൈൻ ഹാപ്പി മോട്ടറിംഗ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെയുള്ളത് സൗത്ത് കോസ്റ്റ് BYDയുടെ ഡയറക്ടർ ആയിട്ടുള്ള തേജസ് സാറാണ്. സർ, ഗുഡ് ഈവനിങ്. സർ, ഇന്ന് നമ്മുടെ സീലിന്റെ നമ്മൾ ലാസ്റ്റ് കണ്ടത് സീലിന്റെ ലോഞ്ച് സെറമണിയായിരുന്നു. വളരെ അടിപൊളി ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് സാറ് നമ്മളിപ്പോൾ എന്നുള്ളത് സീലിന്റെ ഫസ്റ്റ് ഡെലിവറി സെറമണിയിലാണ്. എങ്ങനെയാണ് സാർ ഈ ഒരു സെറമണീനെ നോക്കി കാണുന്നത്? കറക്റ്റാണ്. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ലോഞ്ചിലാണ് ചെയ്തത്. ലോഞ്ച് ഭയങ്കര ഒരു സക്സസ് ആയിരുന്നു. ബിക്കോസ് അത്രമാത്രം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ വെ വെരി ക്യൂരിയസ് അബൌട്ട് ദ വെഹിക്കിൾ.
ആൻഡ് സിൻസ് ദെൻ വി ഹവ് ഗോട്ട് എ ലോട്ട് ഓഫ് ബുക്കിംഗ്സ്. നമ്മൾ ബുക്കിംഗ്സ് അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വണ്ടി അവൈലബിലിറ്റി ഇപ്പോഴാണ് നമുക്ക് കിട്ടി തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ലോട്ടിൽ തന്നെ നമുക്ക് 3 vehicles ആണ് ഇപ്പോൾ കിട്ടിയേക്കണേ. ആ 3 vehicles നമ്മൾ വി തോട്ട് വിൽ ഡു ഇറ്റ് ഇൻ എ ബിഗ് വേ ഇൻ വൺ സിംഗിൾ ഷോട്ട്. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഡെലിവറി പോലെയാണ് നമ്മൾ ചെയ്തത്. ഐ തിങ്ക് ദ കസ്റ്റമേഴ്സ് ആർ ഓൾസോ വെരി ഹാപ്പി. ഇതാണ് ഫസ്റ്റ് ലോട്ട് ഓഫ് വെഹിക്കിൾസ്. Next 2 months we'll be able to satisfy all the bookings that we have. അത്രമാത്രം vehicles വരുന്നുണ്ട്. So ഇതേപോലത്തെ വണ്ടേഴ്സ് ഇനി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. Definitely. Okay, so customers are also really happy about this. അതെ സർ. എന്തായാലും താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. നമ്മുടെ കൂടെ ഉള്ളത് ഷമീർ സർ, സൗത്ത് കോസ്റ്റ് BYDയുടെ CEO. സാർ, നമ്മുടെ ലോഞ്ച് ഫംഗ്ഷൻ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കും ഇനി ഇതിന്റെ ഡെലിവറി ഫംഗ്ഷൻ, അത് അതിനേക്കാളും അടിപൊളിയായിട്ടാണ്. എന്താണ് സാറിന്റെ അഭിപ്രായം? ഇതെല്ലാം ടീസേഴ്സ് ആണ്. നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്ത് ഒരു 100 കാറിന് ഒരുമിച്ചുള്ള ഒരു ഡെലിവറി പ്ലാൻ ചെയ്തു. ഓക്കെ. പക്ഷേ ഈ മാസം നിർഭാഗ്യവശാൽ ആകെ 3 കാറേ സപ്ലൈ കിട്ടിയുള്ളൂ. അടുത്ത മാസം നമുക്ക് അടുത്ത 2 മാസം കൊണ്ട് ഏകദേശം ഒരു 100ഓളം കാറുകൾ ഡെലിവറി ഉണ്ട്. ഈ കസ്റ്റമേഴ്സും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു പരിപാടിയായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ. BYD നിങ്ങൾ കണ്ടല്ലോ, ബിൽഡ് യുവർ ഡ്രീംസ് ആണ്. അപ്പോൾ നമ്മൾ ഇവരുടെ സ്വപ്നങ്ങളാണ് നമ്മൾ സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്തോരം എക്സൈറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, അതാണ് നമ്മുടെ സന്തോഷം. ശരിക്കും സാറ്, ഇപ്പം സാർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 200 കാറുകൾ എന്റെ ടോട്ടൽ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് ആ കസ്റ്റമേഴ്സിന് ഇപ്പൊ ഒരുപാട് ബുക്കിംഗ്സ് ഒക്കെ വന്നിട്ടില്ലേ, എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് സാർ അവര് പിടിച്ചിരുത്തുന്നത്? എന്താ അതിന്റെ ടെക്നിക്? അല്ലേ, വണ്ടി വളരെ അക്സെപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. എനിക്കിപ്പോ എല്ലാ മാസവും എനിക്ക് ആവറേജ് ഒരു 50 മുതൽ 100 വരെ ബുക്കിംഗുകൾ എല്ലാ മാസം വരുന്നുണ്ട്. വെയിറ്റിംഗ് ഇപ്പൊ നമ്മളൊരു 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ റെസ്പോൺസ് കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ വണ്ടികൾ കൂടുതൽ നമുക്ക് കേരളത്തിലേക്ക് സപ്ലൈ കിട്ടിയേക്കാം. കാരണം ഏറ്റവും കൂടുതൽ റെസ്പോൺസ് ഉള്ള ഒരു മാർക്കറ്റ് കേരളമാണ്. അതെ അല്ലേ? ഓക്കെ, എന്തായാലും അടിപൊളി സാർ. സോ ഇനി ഇതേപോലത്തെ സാറിന്റെ കയ്യിൽ നിന്ന് മാജിക്സ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വെയിറ്റ് ചെയ്തു, അടുത്ത മാസം നമുക്ക് വലിയൊരു ഫംഗ്ഷൻ നമുക്ക് വീണ്ടും കാണാം. ഇതിനേക്കാളും അടിപൊളി. സോ വി ആർ വെയിറ്റിംഗ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ BYDയുടെ CEO ഷമീർ സാർ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു ഇത്. ഈ ഒരു ഡെലിവറി സെറമണി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി പരിപാടി തന്നെയായിരുന്നു. കാരണം വന്ന കസ്റ്റമേഴ്സ് എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരെല്ലാവരും നല്ല റിവ്യൂസ് ആണ് വെഹിക്കിളിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഫംഗ്ഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. ഇനിയും ഷമീർ സാർ പറഞ്ഞ അനുസരിച്ചിട്ട് ഒരുപാട് എന്തൊക്കെയോ സർപ്രൈസസ് കാത്തിരിക്കുന്നുണ്ട് അടുത്ത 2 മാസത്തിലുള്ളതൊക്കെ പറഞ്ഞത്. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അർജുൻ അരവിന്ദൻ സൈനിങ് ഓഫ്.